ആരാവുന്നുള്ള മുൻവിധിയോടെയല്ല, വളരെ തുറന്ന മനസ്സിൽ ചർച്ചകൾ ആരംഭിച്ചു. നല്ല സ്ഥാനാർത്ഥികളുണ്ട്, ഒന്നിലേറെ സ്ഥാനാർത്ഥികളുണ്ട്. എല്ലാം പരിഗണിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചേരും നേതൃത്വം. അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കേണ്ടത്. കേരളത്തിൽ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കും. അവരാണ് അന്തിമമായിട്ട് അറിയിക്കേണ്ടത്. അറിയിപ്പ് വന്നാൽ നിങ്ങളെ അറിയിക്കും. ഈ അൻവർ എഫക്ട് എത്രത്തോളം ഉണ്ടാവും? നന്നായിട്ടുണ്ടോ? അൻവറിനെതിരെ രൂക്ഷമായ വിമർശനമാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത്. യുവദാസാണ് നേരത്തെ തന്നെ LDF വഞ്ചിച്ച് UDF പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിയത് നമുക്കറിയാമായിരുന്നു. ഇപ്പോൾ UDF കൂടെ ചേർത്തിരിക്കുന്നു. യുവദാസാണ് അൻവർ ഉയർത്തിയ കാര്യങ്ങൾക്കൊന്നും CPM ഗവൺമെന്റിനോ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അൻവർ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. പോലീസിലെ അഴിമതി ഭരണത്തിനെതിരെയാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. അഴിമതിക്കാരെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നയമാണ് അൻവർ തുറന്നു കാട്ടിയത്. മറ്റൊന്ന് അവിടുത്തെ ജനകീയ ജീവൽ പ്രശ്നമാണ്. വന്യമൃഗ ശല്യമാണ് ഏറ്റവും രൂക്ഷമായിട്ട്. നിലമ്പൂരിന്റെ മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടെ എത്ര ആളുകളോടെ മരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിന് പരിഹാരമുണ്ടോ? അപ്പൊ അൻവർ ഉയർത്തിയിട്ടുള്ള ജനകീയ വിഷയങ്ങൾക്ക് CPM ഗവൺമെന്റിനോ മറുപടിയില്ല. വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. അദ്ദേഹം നിലപാട് ജനപക്ഷത്ത് നിന്ന് ശരിയായ നിലപാട് സ്വീകരിച്ചു. രാജ്യമാണ്, സുശക്തമാണ്, വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. LDF സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധി കേരളം ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. മഴയായതിന്റെ ഒരു പ്രയാസം ജനങ്ങൾക്കുണ്ടാകും. എങ്കിലും UDF ഇലക്ഷനിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കും.